ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് പ്രിയ പ്രേക്ഷകരെ നമ്മൾ പോകുന്നത്. തെലങ്കാനയിൽ കൂട്ടക്കൊല, ഇരയെ ഉൾപ്പെടെ പോക്സോ കേസ് പ്രതി കൊലപ്പെടുത്തി 6 പേരെ കൊലപ്പെടുത്തിയെന്നാണ് മനസ്സിലാക്കുന്നത്. റായ്വാലഗുഡ സ്വദേശിയായ രാജകുമാറാണ് കൂട്ടക്കൊലപാതകം നടത്തിയത്. കൊല്ലപ്പെട്ടവരിൽ ഇയാളുടെ സ്വന്തം ഭാര്യയും 2 മക്കളും ഉൾപ്പെടുന്നു. കൊല്ലപ്പെട്ട 16-കാരിയുടെ പരാതിയിൽ യുവാവിനെതിരെ പോക്സോ വകുപ്പ് ചുമത്തി കേസെടുത്തിരുന്നു. വിനീത വേണു വിവരങ്ങളുമായി ചേരുകയാണ്. വിനീത, നിലവിൽ കേസുള്ളപ്പോൾ ഇദ്ദേഹം പുറത്തു വന്ന് ഇത്രയും വലിയ ഒരു കൂട്ടക്കൊലപാതകം നടത്തുകയായിരുന്നോ? എന്തൊക്കെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ? മധു, ഞെട്ടിക്കുന്ന കൂട്ടക്കൊലപാതകത്തിൽ വിറച്ചിരിക്കുകയാണ് തെലങ്കാന. പോക്സോ കേസ് ഇരയെ ഉൾപ്പെടെ 6 പേരെയാണ് ഈ പ്രതിയായ യുവാവ് കൊലപ്പെടുത്തിയിരിക്കുന്നത്. 16-കാരിയുടെ പരാതിയിൽ യുവാവിനെതിരെ പോക്സോ വകുപ്പ് ചുമത്തി കേസെടുത്തിരുന്നു. പിന്നീട് ഇയാൾ എങ്ങനെയാണ് പുറത്തു വന്നത് എന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയാത്തത്. റായ്വാലഗുഡ് സ്വദേശി രാജ്കുമാർ, 35 വയസ്സേ ഉള്ളൂ. ഇയാളാണ് ക്രൂരമായ കൊലപാതകം നടത്തിയത്. രംഗറെഡ്ഡി ജില്ലയിലെ ഷബാദ് ടൗണിലും റായ്വാലഗുഡിയിലുമാണ് കൂട്ടക്കൊലപാതകം. ഇന്നലെ രാത്രി 10:45 6 കിലോമീറ്റർ അപ്പുറത്തുള്ള ഷബാദ് ടൗണിലേക്ക് വാഹനം ഓടിച്ച യുവാവ് എത്തി പരാതിക്കാരിയെ പെൺകുട്ടിയുടെ വീട്ടിലെത്തി. ഈ വാതിൽ മുട്ടിയപ്പോൾ പെൺകുട്ടിയുടെ മാതാവാണ് വാതിൽ തുറന്നത്. ഇവരെ കത്തികൊണ്ട് ആക്രമിച്ചു. അതിന് പിന്നാലെ വീടിനകത്തേക്ക് കയറി പ്രതി ഉറങ്ങിക്കിടക്കുകയായിരുന്ന പെൺകുട്ടിയുടെ മുത്തശ്ശിയെയും ആക്രമിച്ച് കൊലപ്പെടുത്തി. ഇതിന് പിന്നാലെ പെൺകുട്ടിയെ ബലം പ്രയോഗിച്ച് കാറിൽ കയറ്റി തന്റെ ഗ്രാമത്തിന് സമീപത്തേക്ക് കൊണ്ടുപോകുന്നു. അവിടെ തടാകത്തിന് സമീപത്തെത്തിച്ച് കുത്തി കൊലപ്പെടുത്തി മൃതദേഹം ബണ്ടിൽ തള്ളുകയായിരുന്നു. അത്തരത്തിൽ ഞെട്ടിക്കുന്ന കൊലപാതകമാണ് നടന്നത്. അതിക്രൂരമായാണ് ഈ പെൺകുട്ടിയെ ഒപ്പം മാതാവിനെയും മുത്തശ്ശിയെയും കൊലപ്പെടുത്തിയത്. ഈ 3 പേരെ കൊലപ്പെടുത്തിയ ശേഷം പ്രതി 11:30 സ്വന്തം വീട്ടിലേക്ക് എത്തി. അവിടെ ഉറങ്ങിക്കിടക്കുകയായിരുന്ന ഭാര്യയെയും തന്റെ 2 ആൺമക്കളെയും കഴുത്തറുത്ത് കൊലപ്പെടുത്തുകയും ചെയ്തു. എന്നിട്ട് ഈ വിവരം ഷബാദിൽ താമസിക്കുന്ന സ്വന്തം പിതാവിനെ വിളിച്ചറിയിച്ചു. അതിനുശേഷം കാറിൽ കയറി രക്ഷപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ ഒരു ക്രൂരമായ കൊലപാതക പരമ്പര നടത്തിയ ശേഷം ഇയാൾ കാറിൽ കയറി രക്ഷപ്പെടുകയായിരുന്നു. ഈ പിതാവാണ് പോലീസിനെ വിവരം അറിയിച്ചത്. ഏതായാലും പ്രതിക്കായി അന്വേഷണം നടത്തുകയാണ്. മെയ് മാസത്തിലാണ് പ്രതിക്കെതിരെ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തത്. ജൂൺ മാസത്തിൽ ഇയാൾക്ക് മുൻകൂർ ജാമ്യം ലഭിച്ചു എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും പ്രതി ഒളിവിലാണെന്നും തെരച്ചിൽ നടത്തുകയാണെന്നും സിറ്റി പോലീസ് കമ്മീഷണർ അറിയിച്ചിട്ടുണ്ട്. മാധു, ഏതായാലും മൃതദേഹങ്ങൾ ഇപ്പോൾ പോസ്റ്റ്മോർട്ടത്തിനായി മോർച്ചറിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. വിനീത വേണുവാണ് വിവരങ്ങൾ നൽകിയത്. ഈ ജാമ്യം കിട്ടി പുറത്തിറങ്ങിയതിനു ശേഷമാണ് ഈ കൂട്ടക്കൊലപാതകം നടന്നത് എന്നതും ആലോചിക്കണം.